വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ കട്ടൻ്റെ ഒപ്പം അവൽ വിരവിയത് കഴിക്കുക. ഇന്നിപ്പോൾ ചേട്ടന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. അപ്പം ഡ്യൂട്ടി ഉള്ള സമയത്താണെങ്കിൽ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര മടിയാണ്, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണം. പക്ഷേ ഇന്നിപ്പോൾ ചേട്ടനുള്ളത് കൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അവൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിരവി കഴിക്കാറുണ്ട്, നമുക്കത് ഇഷ്ടമാണ് അവൽ. പിന്നെ ഞാൻ ലൂസ് അവലാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നാത്തതോടെ ഞാൻ ഇപ്രാവശ്യം ഡബിൾ ഹോഴ്സിൻ്റെ റെഡ് അവലാണ് വാങ്ങിയത്. പിന്നെ നമ്മുടെ അവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ ജാഗറി, നമ്മുടെ ശർക്കരയിലാണെങ്കിൽ അയണും മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ ഉള്ളതിന് അനീമിയൊക്കെ തടയാനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ മോന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹെൽത്തി ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ അവൽ വിരവിയതൊക്കെ കഴിക്കാൻ. പക്ഷേ എൻ്റെ മോന് ഇതൊന്നും ഇഷ്ടമില്ലാത്തത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം ഞാൻ ഇന്ന് നെയ്യൊക്കെ ഒഴിച്ചാണ് വിരവിയെടുത്തത്. അല്ലെങ്കിൽ ഞാൻ അവൽ ശർക്കര തേങ്ങ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇടുന്നത്. ഇന്നിപ്പം ഞാൻ ഏലക്കപ്പൊടി നെയ്യൊക്കെ ഒഴിച്ചു. എപ്പോഴും ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പിന്നെ പാല് വാങ്ങിക്കാൻ മറന്നു. ആദ്യം സ്കൂളിൽ കൊണ്ടുപോകാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോണതാണ്. പക്ഷേ ഇന്ന് പാല് വാങ്ങാൻ മറന്നു. അങ്ങനെ ഇപ്പോൾ കട്ടൻ ചായയുടെ കൂടെ അവൽ വിരവി കഴിക്കുകയാണ്.